വേനൽക്കാലത്ത് ചൂട് വർദ്ധിക്കുന്നതോടെ കർഷകരുടെ മനസ്സിൽ കനലെരിയുകയാണ്. കാസർഗോഡ് കരിന്തളം പാറയിലെ സുരേന്ദ്രന്റെ കുലച്ചു തുടങ്ങിയ ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണത്. നാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. കരിന്തളം കളരിയാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തും കിനാനൂർ കരിന്തളം സർവീസ് സഹകരണ ബാങ്ക്, ജില്ലാ ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തുമായിരുന്നു സുരേന്ദ്രൻ കൃഷിയിറക്കിയത്. എന്നാൽ കുലച്ച വാഴകൾ മൂപ്പത്തും മുമ്പ് ഒടിഞ്ഞു വീണതോടെ സുരേന്ദ്രന്റെ പ്രതീക്ഷകളും മങ്ങി. ആവശ്യത്തിന് ജലസേചനം നടത്തുന്നുണ്ടെങ്കിലും കൊടും വേനൽ താങ്ങാനാകാതെ വന്നതോടെയാണ് വാഴകൾ ഒടിഞ്ഞു വീഴുന്നത്. 62-കാരനായ സുരേന്ദ്രൻ 16 വർഷമായി കൃഷി ചെയ്താണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. കഴിഞ്ഞ തവണ പച്ചക്കറിയാണ് കൃഷി ചെയ്തത്. ഇതിന് കൃഷി വകുപ്പിൽ നിന്നും സബ്സിഡിയൊന്നും ലഭിച്ചില്ലെങ്കിലും മുടക്കുമുതൽ തിരികെ കിട്ടിയിരുന്നു. ഇത്തവണ 1000-ഓളം നേത്രവാഴകൾ നട്ടു. കൃഷി നഷ്ടത്തിലായതോടെ വായ്പാ തിരിച്ചടവും മുടങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ധനസഹായം പ്രതീക്ഷിച്ച് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും അവരും കൈമലർത്തി. സർക്കാരിന് ഈ സബ്സിഡിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും, അതെങ്ങാലും കുറച്ച് കിട്ടുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ കൃഷിയിൽ നടത്തുന്നത്. അപ്പം സർക്കാർ നേരെ പുറകോട്ട് പോയിരുന്നു. തീരെ ഒരു കൃഷിക്കാരെയും സംരക്ഷിക്കാൻ ഒരു സബ്സിഡി തരാനോ അവരാ പ്രോത്സാഹനം കൊടുക്കാനോ ഈ ഗവൺമെന്റ് തയ്യാറല്ല. നാടൻ പണികൾ കുറഞ്ഞു തുടങ്ങിയതോടെയാണ് ജീവിതമാർഗമെന്ന നിലയിൽ കൃഷിയിലേക്ക് കടന്നതെന്ന് സുരേന്ദ്രൻ പറയുന്നു. എന്നാൽ കൃഷിയും ചതിച്ചു തുടങ്ങിയതോടെ പ്രതീക്ഷയുടെ വഴികളെല്ലാം അടഞ്ഞു. കർഷകർക്കായി കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കണമെന്നും സുരേന്ദ്രൻ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.